ഹായ്, വെൽക്കം ടു 123 തോട്ട്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ട്സ് ആണ്. ഇത് രണ്ട് രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യത്തേത് പുഡിംഗ് പോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. രണ്ടാമത്തേത് നമ്മൾ ഒരു ഐസ്ക്രീമിൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മളതിൽ വിപ്പിംഗ് ക്രീം ഒന്നും ചേർക്കുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിനായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ ബസുമതി അരി ഞാൻ എടുത്തിട്ടുണ്ട്. ബസുമതി റൈസ് തന്നെ എടുക്കാൻ നോക്കുക. ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര. മധുരം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ നിങ്ങൾക്ക് കുറച്ചെടുക്കാവുന്നതാണ്. വാനില എസൻസ്, പാല് 1.25 ലിറ്റർ, മിൽമ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ നമ്മൾ വേറെ ക്രീമൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഈ അരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. ഒറ്റത്തവണ കഴുകിയാൽ മതി. ഒരുപാട് പ്രാവശ്യം കഴുകിക്കഴിഞ്ഞാൽ ഇതിലുള്ള സ്റ്റാർച്ച് കണ്ടൻ്റ് ഒക്കെ അങ്ങ് പോവും. ഇപ്പോൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറോളം കുതിർത്ത് വയ്ക്കണം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വാർത്ത് കളയാം. അതിനുശേഷം ഇതൊന്ന് ഫാനിൻ്റെ താഴെ എങ്ങാനും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. വെള്ളം നന്നായിട്ട് പോകണം. അരിയൊക്കെ ഇപ്പോൾ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചെറിയ ജാർ എടുത്താൽ മതി. വളരെ നൈസായി പോവരുത്. ഒരു റവയുടെയൊക്കെ പാകത്തിലുള്ള പൊടിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. അതായത് ചെറിയൊരു തരി ഉണ്ടായിക്കോട്ടെ. വെള്ളത്തോടെ ആരും പൊടിച്ചെടുക്കരുത്. അപ്പോൾ അത് വല്ലാണ്ടങ്ങ് അരഞ്ഞു പോവും. ഈ പാലിൽ നിന്ന് തന്നെ 1 കപ്പ് എടുത്തിട്ട് ഞാനിത് കുതിർത്ത് വയ്ക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അത് തിളയ്ക്കുന്നതിനനുസരിച്ചൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാലൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അരിയുടെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക് 1-2 പിഞ്ച് മഞ്ഞൾ പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അരിയൊക്കെ താഴേക്ക് പോയി അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. സാഫ്രോൺ ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. സാഫ്രോൺ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വാനില എസൻസും മഞ്ഞൾപ്പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഐസ്ക്രീമൊക്കെ ആണെങ്കിൽ എപ്പോഴും വാനില എസൻസ് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഏകദേശം ഒരു 20-25 മിനിറ്റ് എടുക്കും ഈ അരി ഒന്ന് വെന്ത് കിട്ടാൻ. അത്രയും നേരം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മുടെ പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അരി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവൂ. അത്രയും നേരം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അരി ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സിമ്മിലാക്കി വെച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഇത് കുക്ക് ചെയ്തെടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആവട്ടെ. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ രീതിയിലൊന്ന് കുറുകി കിട്ടണം. ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇല്ലെങ്കിൽ ഈ ചൂട് തട്ടിയിട്ട് അടിയിൽ ഇതിങ്ങനെ പിടിക്കും.
അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കി ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്രീസറിൽ വെക്കാൻ പറ്റിയ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സ് എടുക്കുക. ഇപ്പം ഞാൻ ഈ രീതിയിൽ 2 ബൗളിൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോക്സിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പോ ഒരു കവറോ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് അതിന് ശേഷം മാത്രം അടപ്പിടുക. ഈ ബോക്സ് ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ ഫ്രീസറിലാണ് വെക്കാൻ പോകുന്നത്. ബൗളിലുള്ളത് നമുക്ക് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നോക്കാം. 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ബൗളിലുള്ള പുഡിങ്ങൊക്കെ കഴിക്കാൻ പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിന് മേലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിക്കൂറായിട്ടുണ്ട്. ഞാനിത് പുറത്തേക്ക് എടുത്തു. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ച് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ക്രീം പോലെ ആക്കരുത്. വളരെ ചെറിയൊരു തരിയായിട്ട് തന്നെ വേണം. പക്ഷേ റവയുടെ അത്ര വലിപ്പമുള്ള തരി പാടില്ല. സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ടേ മിക്സിയിലിട്ട് അടിക്കാവൂ. ഇതിപ്പം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള തരികളാണ് ഇപ്പോൾ ഇതിലുള്ളത്. അതങ്ങനെ തന്നെ വേണം. എന്നാലേ നമുക്ക് ഐസ്ക്രീമിൻ്റെ ആ രൂപത്തിലേക്ക് നമുക്ക് കിട്ടൂ. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ബോക്സ് ഒരു 10 മണിക്കൂറോളം വീണ്ടും ഇത് ഫ്രീസറിൽ തന്നെ വെക്കുക. ഇപ്പോൾ ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ബോക്സ് പുറത്തേക്ക് എടുക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് നേരം ഫ്രീസറിൽ നിന്ന് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതിനുശേഷമാണ് ഞാനിത് പുറത്തേക്ക് എടുത്തത്. അതുപോലെ ഐസ്ക്രീം ഞാനിവിടെ സ്കൂപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഈ ഒരു തരത്തിലാണ് കിട്ടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ 1 2 3 തോട്ട്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോസുമായി കാണുന്നതുവരേക്കും ബൈ.